നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട മഹാദേവനുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാൻ പരമശിവനെ വന്ദിക്കൂ. ഭഗവാൻ തന്നെയാണ് ഈ സമയം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നതായ ഓരോ കാര്യങ്ങളും അത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് യാദൃശ്ചികമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യാദൃശ്ചികമായ ഒരു കണ്ടുമുട്ടലല്ല, അത് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിനു മുന്നിൽ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നതാണ് വാസ്തവം. ഇതിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യതയോടെ കേൾക്കേണ്ടതുമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തുള്ളി കണ്ണീരും അത് ഭഗവാൻ കൃത്യമായി തന്നെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പിന്നിലെ കാരണങ്ങൾ ഭഗവാൻ അറിയാം എന്നതാണ്. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പലരുമുണ്ട് എന്നത് തെറ്റായ ഒരു ധാരണയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതായ സമയം, ഈ സമയങ്ങളിലെല്ലാം ഭഗവാൻ സാക്ഷിയായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഭഗവാനെ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് നിന്നിട്ടുള്ളവരാണ് എന്ന് ഭഗവാൻ അറിയാം. പലപ്പോഴും പല വ്യക്തികളും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായ സമയത്ത് പിന്നിൽ നിന്നും കുത്തിയതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഇല്ലാതാകുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ പോലും നിങ്ങൾക്ക് പലപ്പോഴും യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിരുന്നില്ല. പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയാലും തടസ്സങ്ങളോ അല്ലെങ്കിൽ പലരും നിങ്ങളെ നോക്കി പരിഹസിച്ചതായ സാഹചര്യമുണ്ട്. നിങ്ങൾ പുറമേ ചിരിക്കുന്നു എങ്കിലും നിങ്ങൾക്കുള്ളിൽ സങ്കട കടൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം. ധനപരമായ പ്രയാസങ്ങൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നു എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പകച്ചു പോയതായ സാഹചര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഭഗവാൻ പരമശിവൻ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് ഒരു കവചമായി പ്രവർത്തിച്ചിരുന്നു, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ എത്രമേൽ സത്യമുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം പല വ്യക്തികളുമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന വ്യക്തികളാകാം, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ തന്നെയാകാം. അത്തരം വ്യക്തികൾ പോലും ഒപ്പമുണ്ടാകും എന്ന ചിന്ത പലപ്പോഴും തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും മറ്റുള്ളവർ വളരെയധികം ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ വീഴ്ചകൾ, വിഷമതകൾ അവരെല്ലാം ആഘോഷമാക്കി തീർത്തു. പലരും നിങ്ങളെ ചവിട്ടി താഴ്ത്തിയതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾ വീണ് കിടന്നപ്പോൾ കൈ പോലും കാട്ടാത്ത വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു നേരം പോക്ക് തന്നെയായിരുന്നു അവർക്ക് എന്നതാണ് വാസ്തവം.
പലരും നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും താഴ്ചകളും കണ്ട് രസിച്ച സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ പറയുന്നതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമയം എന്നത് ഒരിക്കലും നിശ്ചലമാകുന്ന കാര്യമല്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ആ സമയം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ പ്രവൃത്തികൾ പ്രതിഫലം അർഹിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ, അതിന് നിങ്ങൾക്ക് ഒരു നീതി പ്രതിഫലം ലഭിക്കുവാനുള്ള അവസരത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാഞ്ഞു പോകില്ല എന്നതാണ് വാസ്തവം. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ പോലും, അവർക്ക് പോലും നിങ്ങളോട് കണക്ക് അല്ലെങ്കിൽ അത്തരം കണക്ക് പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞുപോയി എന്നതിനാൽ അത് മാച്ച് കളയുവാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. അവർ എന്താണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചത് അതിൻ്റെ ഇരട്ടിയായി തന്നെ അവരിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. പലതും പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകണം എന്നില്ല, എന്നാൽ അവരുടെ മനസ്സിൽ തീ തന്നെയാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും അവർക്ക് നിൽക്കക്കളിയില്ലാത്ത സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. അനിശ്ചിതത്വം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും അവർ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ ഉറക്കം കെടുത്തുന്നതായ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകൾ അവർ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യമുണ്ട്. കണ്ണ് അടച്ചാൽ പോലും അവർക്ക് സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ. അവരുടെ ജീവിതത്തിൽ അതൊരു പേടി സ്വപ്നമായി തുടരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അവർ ഒരു മുഖം മൂടി അണിയുന്നു എന്നതാണ് വാസ്തവം. മനസ്സിലുള്ള വിഷമങ്ങൾ പുറമേ കാണിക്കാതെ നിങ്ങൾക്ക് മുന്നിലോ മറ്റു വ്യക്തികൾക്ക് മുന്നിലോ സന്തോഷം അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും അവർ തകർക്കാൻ നോക്കിയിട്ടുള്ളവരാണ്. അതവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതം മാറ്റത്തിന്റെ ഒരു സമയമാണ്. നീതി നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം. പല കാര്യങ്ങളും കടപുഴക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും അവർ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടതായ സാഹചര്യം പോലുമുണ്ട് എന്ന് കാണാം. പല കാര്യങ്ങളിലും അവർക്ക് രക്ഷ ലഭിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങേണ്ടത് അനിവാര്യമാണ്. അത് അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അവർക്ക് നിങ്ങളോട് ദയാദാക്ഷിണ്യം കാണിക്കാതെ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ആ കർമ്മഫലം തന്നെയാണ് ഇനി അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. ഈ സമയം അവരുടെ പതനം പൂർണ്ണമാകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അവർ കെട്ടിപ്പൊക്കിയതായ പല കാര്യങ്ങളുമുണ്ട്. അത് അവരുടെ സമ്പത്തോ ധനമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ആകാം. അത് തകർന്നു വീഴുന്ന സാഹചര്യം. പല കാര്യങ്ങളിലും അവർക്കൊരു നിൽക്കക്കളിയില്ലാത്ത സാഹചര്യം ഉണ്ടായി എന്ന് വരാം. സമാധാനം എന്താണ് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. മനസമാധാനം പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരു സാഹചര്യം. പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കാത്തതായ അവസ്ഥ. പ്രവർത്തിക്കണമെന്നുണ്ട്, എന്നാൽ ഇരുട്ടിൽ തപ്പുന്നതായ സാഹചര്യം. ഇത് മുന്നേ നിങ്ങളാണ് അനുഭവിച്ചത് അവർ മൂലം എങ്കിൽ ഇതിപ്പോൾ അവർ അനുഭവിക്കുന്നതായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്.
പ്രശ്നങ്ങൾ പലതും അവർക്ക് കടന്നു വരാം. അതിൽ മുങ്ങിത്താഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്രകാരം സംഭവിക്കുകയാണ്. അവരുടെ കണ്ണീർ അതവരുടെ ജീവിതത്തിൽ അവർ എന്ത് ചെയ്തു എന്നതിന്റെ പ്രതിഫലനം മാത്രമാണ്. പലരുടെയും കണ്ണീരിൽ തന്നെയാണ് അവർ ഉയർന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി അവരെക്കുറിച്ച് നിങ്ങൾ അധികമായി ചിന്തിക്കേണ്ടതായ കാര്യമില്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്നത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചില വഴികളാണ്. പല കാര്യങ്ങളിലും ഒരു അതിജീവനം നിങ്ങൾക്ക് അനിവാര്യമായ സമയം. അതിനാൽ തലയുയർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമായത് നിങ്ങളുടെ ശക്തികൾ, നിങ്ങളുടെ അത്തരത്തിലുള്ള ആത്മവിശ്വാസം പോലും തകർത്തെറിഞ്ഞ ആ വ്യക്തികൾ, അവർക്ക് ഇപ്രകാരം സംഭവിക്കുമ്പോൾ നിങ്ങൾ കരുത്തോടെ ജ്വലിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയാം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ വേദനകളും വിഷമതകളും അത് അവർക്കൊരിക്കലും അത് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അതായത് ആ വിഷമതകൾ ഇനിയും നിങ്ങളിലേക്ക് നൽകുവാൻ അവർക്ക് ശക്തിയില്ല എന്നതാണ് വാസ്തവം. അവർ ക്ഷയിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അവർ കൂപ്പുകുത്തുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. എന്നാൽ അവർക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അപ്രകാരമല്ല സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും അത്തരത്തിൽ പല കാര്യങ്ങളും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. ഒരു ശാന്തത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും. മുൻപ് എന്താണോ ചിന്തിക്കേണ്ടത്, എന്താണോ പ്രവർത്തിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പലപ്പോഴും അത് തന്നെയാണ് അബദ്ധങ്ങളിലേക്കോ വിഷമതകളിലേക്കോ നിങ്ങളെ തള്ളിവിട്ടിരുന്നത്. ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. തകർക്കാൻ പല കാര്യങ്ങളിലും അവർ ശ്രമിച്ചാൽ പോലും, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കണം എന്നില്ല. കാരണം ആത്മവിശ്വാസം അത്രമേൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ കളിയാക്കിയവർ പോലും നിങ്ങളെ വളരെയധികം ഭയത്തോടെ കാണുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉയർച്ചകൾ അവർ അതിശയത്തോടെ വീക്ഷിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും തെറ്റുപറ്റി എന്നവർക്ക് നന്നായിട്ടറിയാം. അവർക്ക് ഒരുപാട് വൈകിപ്പോയി പല കാര്യങ്ങൾ എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ പ്രയാസപ്പെട്ടതുകൊണ്ട് ഇനി അതിന് ഒരു മാറ്റം ഉണ്ടാകണം എന്നില്ല. ധൈര്യമാണ് ഈ സമയം നിങ്ങൾക്ക് അനിവാര്യം. അതിനാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയും അതിന് ശക്തിയായി ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതും വാസ്തവമാണ്. ഈ സമയം മഹാശക്തി തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ, അല്ലെങ്കിൽ ഭഗവാൻ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായ കാര്യം, എത്ര തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ തിന്മയാണ് നാം ചെയ്തത് എങ്കിൽ പോലും അത് കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. കാരണം അതിന്റെ ഫലം നിങ്ങളുടെ നാശം തന്നെയാണ്. അതാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്ഷമയും അതോടൊപ്പം നന്മയും ആ വ്യക്തി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവരിലേക്ക് കടന്നു വരുന്നത് ശാശ്വതമായ വിജയങ്ങൾ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ താൽക്കാലികമായി വിജയങ്ങൾ നേടുന്നവർ, ചതിച്ച് വിജയങ്ങൾ നേടുന്നവരുടെ കാര്യങ്ങൾ അത് താൽക്കാലികം മാത്രമാണ്. അവർക്ക് പിന്നീട് ഉണ്ടാവുക തിരിച്ചടികളും വിഷമതകളുമാണ്. അത് നിങ്ങൾക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ അറിവ് തന്നെയാണ്.
ഭഗവാൻ നിങ്ങൾക്കൊപ്പം വഴികാട്ടിയായി നിൽക്കുന്നു എന്നത് വാസ്തവമാണ്. സൂര്യനെ പോലെ നിങ്ങൾ ശോഭിക്കുന്ന ഒരു സാഹചര്യവും അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇനി ശാന്തതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ വികാരങ്ങൾ അതെന്താണ് എങ്കിലും അതുവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ശാന്തതയാണ് ഈ സമയം അനിവാര്യമായിട്ടുള്ളത്. നിങ്ങളുടെ ടെൻഷൻ അത് നിങ്ങളെ കുഴപ്പത്തിലാക്കും. അതിനാൽ തന്നെ ഈ സമയം മനസാന്നിധ്യം അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ശാന്തമായി തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു തന്റെ ഇടം അത് നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്നു നൽകുന്ന സാഹചര്യമുണ്ട്. ആരുടെയും ആശ്രയം ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടാകണം എന്നില്ല. പരാശ്രയത്വം കൂടാതെ തന്നെ പ്രവൃത്തികൾ ചെയ്യുവാനും കാര്യങ്ങളെ ചിന്തിച്ച് അനുകൂലമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു അസൂയ തോന്നുന്നതായ സാഹചര്യങ്ങൾ ഇനി ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ ഇനി നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇനി വളരെ ഗുണകരമായി തീരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കണം. ഈ സമയം ഭഗവാന് നിങ്ങൾ തീർച്ചയായും വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമോ ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രാർത്ഥനയോ ഈ സമയം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ സമയം ഈ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ആ കാര്യങ്ങളുടെ അനുകൂല ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കൂ.